ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. നോക്കണ എന്റെ ഉണ്ടക്കണി ഞാൻ കണ്ണുണ്ടല്ലോ കുത്തിയും പൊട്ടിക്കിഞ്ഞേ. ഞാൻ മെല്ലെ ചേച്ചി വിളിച്ച് പറഞ്ഞല്ലോ വരാമെന്ന് പറഞ്ഞോണ്ട് പോരെ. അവളുടെ പോരെ, അവള് വരട്ടെ വന്നില്ലെങ്കിൽ നിന്റെ ഞാൻ എന്ത് ദ്രോഹാടി നിനക്കൊക്കെ ചെയ്തേ. എന്തിനാ അവളുടെ ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഒരു മീൻകറി വെച്ച് കൊടുക്കാൻ വിചാരിച്ചപ്പോ അതിനകത്ത് അവള് കണ്ട ഉപ്പും മുളകും എല്ലാം അവിടെ വാരിയിട്ട് അത് ബാക്കിയുള്ളവനെ കൊല്ലുന്ന രീതിയിൽ. ഞാൻ സോറ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കൂല. ഞാൻ ഇവിടെ ഒന്നും ജനിക്കണ്ടല്ലേ, ഞാൻ വേറെ എവിടെങ്കിലും ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കണ്ടേ. സത്യം എടി, ഞാൻ ചാവാൻ കിടക്കുമ്പോഴെങ്കിലും നിന്റെ ഈ കൗണ്ടർ അടി ഒന്ന് നിർത്തുവോ? അതുകൊണ്ട് ചേച്ചി വരുന്നു, മെർലിൻ ചേച്ചി. അവള് വരുന്നുണ്ട്. പറഞ്ഞ കാര്യം മൊത്തം അതേപോലെ അങ്ങോട്ട് പറഞ്ഞോണം. മെല്ലെ തെളിഞ്ഞ് എല്ലാം തെളിഞ്ഞ് മൊത്തം തെളിഞ്ഞ്. സത്യം അവന്റെ ഒരു സത്യം മിണ്ടാണ്ടിരുന്നോ നീ? മെല്ലനെ, പാറു നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നറിയോ? അവള് പറയും. പാറു പറയടി. മെർലിൻ ചേച്ചി, ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നു, ചേച്ചിയെ കാണാൻ ഭയങ്കര ഭംഗി. ഞാൻ സത്യം പറഞ്ഞേ, ചേട്ടൻ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? നീ കളിക്കല പറഞ്ഞു. നിന്നെ നാലാട്ട് മടക്കി ഞാൻ പാറോണിട്ട് കൊടുക്കും. ഞാൻ മീന് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും തേച്ചിട്ട് കൊടുക്കണേ. അതാകുമ്പോ മീനെ ടേസ്റ്റോടെ തിന്നാലോ. അതെ, നിങ്ങൾ ചേട്ടനും അനിയത്തിയും കൂടി ആളെ വിളിച്ച് പൊട്ടം കളിപ്പിക്കാ. പാറു, നീ എന്തിനാ എന്നെ വിളിച്ചേ? അതായത് ഇപ്പൊ പ്രശ്നം എവിടുന്ന് ഉണ്ടായത്? പ്രശ്നം ഉണ്ടാകാൻ അമേരിക്കയിലടി. ഉണ്ടായിരിക്കും അങ്ങോട്ട്. ചേച്ചി, മെർലിൻ ചേച്ചിയും ശിവ ചേച്ചിയും തമ്മിലല്ലേ പ്രശ്നം ഉണ്ടായത്? ആ പാറു, നീ ധൈര്യമായിട്ട് പറഞ്ഞോളെ. ഇവ നിന്നെ കൊണ്ട് എന്തോ പറയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് സത്യം. അടിച്ചാൻ തേക്കും കേട്ടോ നിന്നെ. മിണ്ടി പോയി. ഞാൻ പറഞ്ഞ എന്റെ ഭാഗം. ഇന്നലെ മീൻകറി ഉണ്ടാക്കിയത് ചേട്ടൻ, ഉപ്പും മുളക് പൊടി ഇട്ടതും ചേട്ടൻ. നീ ഉള്ള കാര്യം പറയാനുണ്ടോ പാറുവേ? നീ ഇന്ന് മണ്ണ് തിന്നോ? ഞാൻ പറഞ്ഞേ പറഞ്ഞു കഴിഞ്ഞിട്ടേ പറയുള്ളൂന്ന്. നീ കേള് ഇപ്പൊ പറയൂ. ഇന്നലെ കറിക്ക് ചേട്ടനല്ലേ ഉപ്പും മുളക് ഇട്ടത്? അതെ, ഞാൻ തന്നെയാണ് ഇട്ടത്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓഹോ, നീ അപ്പൊ മനഃപൂർവ്വം ചെയ്തല്ലേ? ഞാൻ പറഞ്ഞല്ലോ. പറയാ ചേച്ചി, ഇന്നലെ കേശവൻ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയും വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മുളകൊടിയും എടുത്ത് ഇട്ട്. അപ്പൊ കുറച്ചുകൂടി പോയി. സോറി. കേട്ടാ മെർലിൻ ചേച്ചി, ഈ കാര്യം പറഞ്ഞ് കേശവനെ ബ്രേക്കപ്പ് ആക്കല്ലേ. ചേച്ചി, ഈ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പാറു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനക്കിപ്പം മനസ്സിലായല്ല എന്റെ നിരവധിത്വം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കപ്പയും മീൻകറി ഉണ്ടല്ലോ, മൂക്ക് മുട്ടയും അടിച്ചിട്ടാണ് ഇവിളി ചെയ്ത് നമ്മളോട് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോന്നടി കപ്പയും മീൻകറി? കിട്ടാലേ ഇതിനെ. മെർലിനെ, ഇതേപോലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ പ്രണയത്തിനെ അതൊന്നും ബാധിക്കാൻ പറ്റും. ഒരു പ്രണയം സത്യം പറഞ്ഞ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുറുക്കി നൂരിയനെ. വിളിക്കാൻ കേട്ടോ. धागे नाके नाक धिन धागे नाके नाक धिन धागे नाके नाक